Okay, mark your attendance. Mark your attendance. All of you. Yes, ready? Okay, can you see this? Okay, wait. This is the correct answer. Activity completed. Okay. Okay, look. Today we are going to take our new chapter 3, On My Plate. What is that? On My Plate. Okay, look here. Click and place the food items in the correct column. On my plate. Can you hear this? Can you hear this? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear this? കേൾക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഷോ മി യുവർ തമ്പ് കാണിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. Jovin, Fiona. Look at the plates. Write P for protective food, B for bodybuilding food, and E for energy-giving food. Look, this is potato. This is potato. Then this is fish, apple, badam, watermelon, brinjal, cheese. Hey, who is doing this? Okay. Then this is cheese. This is pulses. Then egg, bread, green peas. Then mango, fruit mango. Ready? കേൾക്കാൻ പറ്റുന്നില്ലേ മക്കളെ? Show me your thumb. Can you hear me? Yeah, good. Okay. Then first one. This is potato and this is fish. These are apples. These are pulses and watermelon, brinjal, cheeses, pulses, eggs, breads, green peas, and mango. We want to categorize all this according to just like this. Listen, for protective food, bodybuilding food, and energy giving food. How we can divide all this? Protective food എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ആക്കണം. നെക്സ്റ്റ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഗ്രൂപ്പ് ആക്കണം. ദെൻ എനർജി ഗീവിംഗ് ഫുഡ് നെക്സ്റ്റ് ഗ്രൂപ്പ് ആക്കണം. റെഡി? ആർ യു റെഡി? യാ, ഗുഡ്. നമുക്ക് നോക്കാം. ഇതിൽ പൊട്ടറ്റോ ദാറ്റ് ഈസ് എനർജി ഗീവിംഗ്. വാട്ട്സ് മീൻ ബൈ എനർജി ഗീവിംഗ്? നിങ്ങൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്തു പറ്റും? എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? പറഞ്ഞേ. ക്ഷീണിച്ച് കുഴഞ്ഞു പോവല്ലേ? അല്ലേ? അതേ ചെടികൾക്കായാലും നമ്മുടെ വീട്ടിൽ നടത്തുന്ന ചെടിച്ചട്ടിക്കൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാതിരുന്നാൽ എന്തു പറ്റും? കുഴഞ്ഞ് തലകുത്തി താഴോട്ട് കിടക്കും അല്ലേ? ആണോ അമൃത? യെസ് ഓർ നോ? യാ, ഗുഡ്. യെസ്.
ദെൻ ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് നമ്മളുടെ ശരീരത്തിന് ഭക്ഷണത്തെ കൊണ്ട് ഒരാവശ്യം മാത്രമല്ല ഉള്ളത്. ദാറ്റ് മീൻസ് നമ്മൾക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം തരണം. ദാറ്റ് മീൻസ് ഗീവ് അസ് എനർജി ടു വർക്ക്. അത് മാത്രമല്ല നമുക്ക് വലുതാവണം അല്ലെ. കുറെ കഴിയുമ്പോൾ നല്ല മീശൊക്കെ ഉള്ള ചേട്ടന്മാരൊക്കെ ആകണ്ടേ, സാരിയുടെ ചേച്ചിമാരൊക്കെ ആവണ്ടേ. ദേവാങ്ങ, ജോയൽ, ജോവിൻ, നിങ്ങളെ ക്ലിയർ ആയിട്ട് മിസ്സിനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ, ലൈറ്റിലാ. ഗുഡ്. ഓക്കെ, അപ്പം നമുക്ക് വലിയ ആൾക്കാരാവണ്ടേ. അപ്പം നന്നായി ഭക്ഷണം കഴിച്ചാലാണ് വലുതാവുക. അപ്പം അതിന് ഏതൊക്കെ ഭക്ഷണം കഴിക്കണം? പിന്നെ അത് മാത്രം പോരാ, നമ്മളെ അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണം. അപ്പം ഭക്ഷണം കഴിക്കുന്നത് വായുടെ രുചിക്ക് വേണ്ടിയല്ല. നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. വായുടെ രുചിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലേ. എന്നാ അത് തെറ്റാണ്. വായുടെ രുചിക്ക് വേണ്ടി മാത്രമല്ല ഭക്ഷണം കഴിക്കേണ്ടത്. പിന്നെന്തിനാണ്? മെയിൻ ആയിട്ടും പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ ഭക്ഷണം നമ്മളെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണം. നമ്മുടെ ഭക്ഷണം നമ്മളെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണം. നെക്സ്റ്റ്, ബോഡി ബിൽഡിംഗ് ഫുഡ്. ബോഡി ബിൽഡിംഗ് ഫുഡ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരം വളരാൻ കൂടിയാണ്. ശരീരം വലിയ മക്കളായി നല്ല മക്കളായി വളരാനും നമുക്ക് എന്ത് വേണം? ഭക്ഷണം വേണം. അതുപോലെ നെക്സ്റ്റ് ഈസ് ഫോർ എനർജി ഗീവിങ്. പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അല്ലേ. അമ്മ എന്തേലും പഠിക്കുമോനെ, കളിക്കുമോനെ, കളിക്കുന്നു പറഞ്ഞാൽ ചാടിപ്പോവും അല്ലേ. പഠിക്കുമോനെ, എന്തെങ്കിലും ജോലി ചെയ്യുന്ന പറയുമ്പോൾ അമ്മ എന്നെ കൊണ്ടാവുന്നില്ല, ക്ഷീണം പിടിച്ചല്ലേ എന്ന് പറഞ്ഞ് ചുണ്ടു കൂടി കിടക്കൂലേ, കസേരയിൽ ഇരിക്കൂലേ ഇല്ലേ. എന്തുകൊണ്ടാ അത്? അത് നമ്മൾ കുറച്ച് മടിയുണ്ട്. അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനനുയോജ്യമായിട്ടുള്ളതാണോ അല്ലയോ എന്നും കൂടെ നോക്കണം. അപ്പൊ നമുക്ക് ക്ഷീണം വരത്തില്ല. നമ്മൾ നല്ല സ്മാർട്ട് ബോയ്സ് ആൻഡ് ഗേൾസ് ഒക്കെ ആയി മാറി നല്ല തുള്ളിച്ചാടുന്ന അല്ലെ, മാൻകുട്ടിയെ പോലെ തുള്ളിച്ചാടുന്ന മക്കളായി മാറും. ഇല്ലെങ്കിൽ എന്ത് പറ്റും അല്ലെ, അധികം തടിയൊക്കെ വെച്ച്, ഓവർ തടിയാണ് മിസ് പറയുന്നത്, ഓവർ തടിയൊക്കെ വെച്ച് അനങ്ങാണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ടിവിയുടെ മുമ്പിലിരുന്ന് എന്തെങ്കിലും തിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. നമ്മളുടെ ഭക്ഷണം നമ്മളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ബാലൻസ്ഡ് ആയ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് വി ക്യാൻ കാറ്റഗറൈസ് ഫുഡ് ഇൻ ടു 3 മെയിൻ ഗ്രൂപ്സ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. ദാറ്റ് മീൻസ് ഫുഡ് വിച്ച് പ്രൊട്ടക്ട് us ഫ്രം ഡിസീസസ്. Food which make us healthy. Then next is body building food. That means this type of food help us to grow, to become big, to become very big. Okay, good. Then energy giving food. This type of foods give us energy to play, write, read, do anything. Okay, then listen here. Click and place the food items in the correct column. ഇതുണ്ടോ, ഇവിടെ കുറെ നമുക്ക് തിങ്സ് തന്നിട്ടുണ്ട്. റെഡി? തിങ്സിന്റെ ബ്രെഡ്, കാബേജ്, ഓറഞ്ച്, ക്യാരറ്റ്, മിൽക്ക്, ഫിഷ്, പൊട്ടറ്റോ, കോൺ, എഗ്. ഓക്കെ, വൺസ് അഗെയിൻ ലിസൺ കെയർഫുള്ളി. ബ്രെഡ്, cabbage, orange, carrot, milk, fish, potato, corn, and egg. Then listen here. Here there are 3 boxes. Name of, because protective food. ഫസ്റ്റ് ബോക്സിന്റെ നെയിമാണ് പ്രൊട്ടക്റ്റീവ് ബോക്സ്. ആ ഒരു ബോക്സ് ആണ് നമ്മൾ അതിലേക്ക് സാധനങ്ങൾ, അതായത് പ്രൊട്ടക്റ്റീവ് ഫുഡ്സിനെ മാത്രം കൊണ്ടിടണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബോഡി ബിൽഡിംഗ് ഫുഡ്. ഓക്കെ, ബോഡി ബിൽഡിംഗ് ഫുഡ്. ദെൻ നെക്സ്റ്റ് ബോക്സിനകത്തുള്ളതാണ് എനർജി ഗീവിങ് ഫുഡ്. ഇനി നോക്കാം നമുക്ക് ആരൊക്കെയാണ് ഓരോ ബോക്സിനകത്തും ഉള്ളത്. പിന്നെ ശ്രദ്ധിച്ചോണം, നമ്മൾ തെറ്റിയാ പിന്നെ ഈ ബോക്സ് തുറക്കത്തില്ല കേട്ടോ. അവർ ശരിയാക്കി തരും നമുക്ക്, എന്നാലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ബ്രെഡ്. ബ്രെഡ് എവിടെ പോകും? ബ്രെഡ്, വി മേക്ക് ബ്രെഡ് ഫ്രം വീറ്റ് നോർമലി. വീറ്റ്, മൈസ് ഒക്കെ അല്ലേ. സോ ദാറ്റ് ഈസ് എനർജി ഗീവിങ്. ഓക്കെ, ദാറ്റ് ഈസ് ബ്രെഡ്. എനർജി ഗീവിങ് ഫുഡാണ് ബ്രെഡ്. എനർജി ഗീവിങ് ഫുഡ്, ബ്രെഡ്. ഗുഡ്. നെക്സ്റ്റ് ഈസ് ക്യാബേജ്. നെക്സ്റ്റ് വൺ ഈസ് ക്യാബേജ്. ക്യാബേജ് എന്താ മക്കളെ? വെജിറ്റബിൾ ആണല്ലേ. ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ്. ദാറ്റ് വിൽ പ്രൊട്ടക്ട് us ഫ്രം ഡിസീസസ്. ഓക്കെ, ദാറ്റ് ഈസ് ക്യാബേജ്. Then next one is orange.
ദാറ്റ്സ് ആൻ ഫ്രൂട്ട് അല്ലേ, ദാറ്റ്സ് എ ഫ്രൂട്ട്. ദെൻ ഓറഞ്ച്, ഓറഞ്ച് എന്താണ്? ദാറ്റ്സ് ഓൾസോ പ്രൊട്ടക്റ്റീവ്. ഓറഞ്ച് ഈസ് പ്രൊട്ടക്റ്റീവ് ഫ്രൂട്ട്സ്. ദെൻ ക്യാരറ്റ്, ക്യാരറ്റ് ഈസ് എ വെജിറ്റബിൾ അല്ലേ, സോ ദാറ്റ് ഈസ് ഓൾസോ പ്രൊട്ടക്റ്റീവ് ഫുഡ്. ചെക്ക് ചെയ്യാൻ നമ്മുടെ ഉത്തരം ശരിയാണോ ഇല്ലയോ എന്ന്. ദെൻ മിൽക്ക്, മിൽക്ക് ഈസ് ബോഡി ബിൽഡിങ് അല്ലേ. പാല് കുടിച്ചാൽ മക്കൾ വലിയ മക്കളാന്ന് പറഞ്ഞിട്ട് അമ്മ പാല് തരാറില്ലേ? അപ്പൊ കുടിക്കാൻ മടിയുണ്ടോ? മടി പിടിക്കരുതേ, നല്ലല്ലേ നമ്മൾ വളരുള്ളൂ. നെക്സ്റ്റ് ഫിഷ് അല്ലേ, ഫിഷ്. ഫിഷ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അത് വറുത്താലേ, ഫ്രൈ ചെയ്താലേ കഴിക്കുള്ളൂ. കറി വെച്ചാലൊന്നും കൂട്ടൂല എന്ന് പറയല്ലേ. എനിക്ക് ഫ്രൈ ചെയ്ത് മതി എന്ന് പറയല്ലേ. പക്ഷെ അത് മോശമാണ് കേട്ടോ. ആ ഫ്രൈ ചെയ്യുന്ന ഓയിലും അതെല്ലാം നമ്മുടെ ശരീരത്തിന് മോശം സംഭവിക്കും. നമ്മുടെ ഫിഷ് നമ്മുടെ ഹെൽത്തിന് വേണമെങ്കിൽ നമ്മൾ കറി വെച്ച് തന്നെ കൂട്ടണം. അപ്പൊ ദാറ്റ് മീൻസ് അതിനകത്ത് ഓയിൽ കണ്ടന്റ് വളരെ കുറവായിരിക്കും. മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആ ഓരോ ഭക്ഷണ സാധനം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരും. അപ്പോൾ എപ്പോഴും ഫിഷ് കറി, ഇനി മുതൽ അമ്മയോട് പറയണം എനിക്ക് ഫിഷ് ഫ്രൈ വേണ്ട, മിസ് പറഞ്ഞു ഫിഷ് കറി മാത്രം മതിയെന്ന്. കൂട്ടുവോ? റെഡിയാണോ? നല്ല മക്കളാണേ. നെക്സ്റ്റ് ഇസ് പൊട്ടറ്റോ. പൊട്ടറ്റോ എന്താ മക്കളെ? എനർജി ഗീവിങ്. ഈ പൊട്ടറ്റോയ്ക്ക് അത്ഭുത ശക്തിയുള്ള നാരുവിശേഷം എന്നൊക്കെയാ പൊട്ടറ്റോനെ പറയുന്നത്. നല്ല ഗുണങ്ങളുണ്ട്. നമ്മൾ റൈസ് കഴിക്കുകയല്ലേ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പൊട്ടറ്റോയാ കഴിക്കുന്നത്. നമ്മൾ കടയിൽ പോയിട്ട് 10 കിലോ അരി തരാൻ പറയും അല്ലേ. പക്ഷെ നമ്മൾ കടയിൽ പോയിട്ട് 10 കിലോ പൊട്ടറ്റോ തരാൻ പറയുമോ? ഉരുളക്കിഴങ്ങ് തരാൻ പറയുമോ? ഇല്ല അല്ലേ. നമുക്ക് റൈസാ അല്ലേ. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ സാധാരണ അവർ ഗോതമ്പും നോൺ വെജ് അങ്ങനെ ഉപയോഗിക്കുന്ന കൂട്ടത്തിലൊന്നല്ല. അപ്പൊ അവര് 10 കിലോ പൊട്ടറ്റോ ഒക്കെയാ വാങ്ങുന്നത്. ഓക്കെ, നന്നായിട്ട് പൊട്ടറ്റോ കഴിക്കും. എന്തിനാണ്? ദേ ഡിപ്പെൻഡ് അപ്പോൺ പൊട്ടറ്റോ ഫോർ എനർജി ഗീവിങ് ഫുഡാണ്. അവരുടെ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് എനർജി ഗീവിങ് ഫുഡാണത്. അപ്പോൾ പൊട്ടറ്റോ. നെക്സ്റ്റ് കോൺ. കോൺ എന്താണ്? കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കുന്ന ചോളം കണ്ടിട്ടുണ്ടോ മക്കളെ? അത് കൊണ്ടുവന്ന് നമ്മൾ പോപ്കോൺ ഉണ്ടാക്കുന്നല്ലേ, അതിങ്ങനെ പൊങ്ങി വരുന്ന പോപ്കോൺ. അതിനെന്താ പറയാ നിങ്ങള്? പോപ്കോൺ തന്നെയല്ലേ പറയേ. കോൺ മീൻസ് ധാന്യങ്ങൾ. നെക്സ്റ്റ് ഇസ് എഗ്. അത് പിന്നെ ആരും മിസ് പറയണ്ടല്ലോ. എഗ്ഗിനെ കുറിച്ച് പറയണോ? പക്ഷെ മിസ് പറയണം. എന്തുകൊണ്ടാ? ഇപ്പൊ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നില്ലേ, പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ, എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ടുള്ള മുട്ടകളൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ആപത്താണ്. എഗ്ഗ് ബോഡി ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് പകരം മക്കൾ എന്ത് ചെയ്യണം? നല്ല നാടൻ 2 കോഴിനെ വളർത്തിയാൽ മതി അല്ലേ. വളർത്തുവോ? നമ്മുടെ നാടൻ മുട്ടകൾ തന്നെ ശ്രദ്ധിക്കുക. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, റെഡി. ഇനി നമ്മൾ എഴുതിയ ആൻസർ ശരിയാണോ ഇല്ലോ നോക്കണ്ടേ. This is the correct എല്ലാം answer. ശരിയാണല്ലേ. ശരിയാണോ നോക്കിക്കേ. Activity completed. Activity completed. Okay. Then Famous characters from children's books. Click and place the food items. ഇത് കിട്ടുന്നില്ല മക്കളെ. നെക്സ്റ്റിലേക്ക് പോകാം. On my plate. You are watching Food Fun. Can you Today, hear? I will tell you കേൾക്കാൻ പറ്റുന്നുണ്ടോ? about different kinds of കേൾക്കാൻ foods. പറ്റുന്നുണ്ടോ മക്കളെ? Which is your Can favorite you hear? fruit? Mangoes are my favorite. Fruits keep us healthy. They protect us from falling ill. You should have fruits daily. Let us look at some other kinds of foods that protect us. Vegetables such as cabbage and onion also protect us from falling ill. In order to stay healthy, you should have salad with every meal. I love to eat salad. How do these foods help us? Foods such as eggs, milk, and green beans make our body strong. I will have eggs and milk every day. Nuts and seeds also make our body strong and healthy.
Why do we need to have these foods? I think we need to have these foods because they taste well. Foods such as rice, potato, and corn are not just tasty but also give us energy to work. Bread, bananas, and milk products such as butter and cheese also give us energy. They keep our body fit and healthy. I will have bread and butter for breakfast from tomorrow. I hope you had fun learning about different kinds of foods. Bye. I will have fruits and vegetables every day to keep fit and healthy. ഓക്കെ, കണ്ടില്ലേ മക്കളെ? കണ്ടില്ലേ? ഇനി നിങ്ങൾ മക്കൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഉണ്ടോ? ഈ പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് മിസ് അയച്ചു തരും എന്താ ചെയ്യേണ്ടതെന്ന്. എങ്കിലും മക്കൾ എന്ത് ചെയ്യണം? അതിൻ്റെ സ്പെല്ലിങ്ങുകൾ പഠിക്കണം. ഓക്കെ, യു ഹാവ് ടു സ്റ്റഡി സ്പെല്ലിംഗ് ഓഫ് ഓൾ ദീസ് വേർഡ്സ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ വേർഡ്സ്. ഓക്കെ, യു ഹാവ് ടു സ്റ്റഡി ഓൾ ദ സ്പെല്ലിങ്സ്. ഫസ്റ്റ് വൺ ഈസ് പൊട്ടറ്റോ. പൊട്ടറ്റോ ഈസ് energy giving food. Potato is energy giving food. Okay, energy തരുന്ന ഭക്ഷണമാണ് പൊട്ടറ്റോ. Then our fish, അല്ലേ? ഫിഷിനെ കുറിച്ച് മിസ് പറഞ്ഞു. ഫിഷ് ഈസ് ബോഡി ബിൽഡിംഗ്. ഫിഷ് ഈസ് we eat fish for to body build. നമ്മുടെ ശരീരം വലുതാകാൻ വേണ്ടിയിട്ടാണ് ഫിഷ് കഴിക്കുന്നത്. നെക്സ്റ്റ് ആപ്പിൾസ്. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ മക്കളെ? ആപ്പിൾസ് നല്ലതാണ്. പക്ഷെ മക്കളൊന്നും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ ദൂര സ്ഥലത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ. പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അവിടെ നിന്നും അൺപ്ലഗ് ചെയ്തിട്ട് അതിനെ പറിച്ചിട്ട് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ മാർക്കറ്റിലെത്തുക. മാർക്കറ്റിൽ എത്തിയും എത്ര ദിവസം കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മളുടെ കയ്യിലെത്തുക. അപ്പോൾ ഇത്രയും നേരം അതിന് കേടൊന്നും കൂടാതെ സംരക്ഷിക്കണമെങ്കിൽ എന്തെല്ലാം അവർ ചെയ്തിട്ടുണ്ടാവണം അല്ലേ? അപ്പോൾ നമ്മൾ ഈ ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, കാരണം ഇൻസെക്ട്സുകളും കേടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി അവർ നല്ലോണം അതിനകത്ത് ഇൻസെക്റ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നുകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഒട്ടുമിക്കതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ തോല് ചെത്തിക്കളഞ്ഞാൽ വിഷാംശം കുറയെന്ന് പറയും. പക്ഷെ സ്കിന്നിനോടടുത്താണ് ന്യൂട്രീഷ്യൻസ് ഏറ്റവും കൂടുതലുള്ളത്. അത് വലുതാകുമ്പോൾ നിങ്ങൾ മക്കൾ പഠിക്കൂട്ടോ. അപ്പോൾ പിന്നെ സ്കിന്നിനകത്ത് ചെത്തിക്കളഞ്ഞാൽ പോകുമെന്ന് പറയും. പക്ഷെ സ്കിന്നിനടുത്താണ് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യൻസ് ഉള്ളത്. നമ്മൾ കഴിക്കുന്ന അതിന് വേണ്ടിയല്ലേ, അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങി നാവിൻ്റെ ടേസ്റ്റിന് വേണ്ടിയല്ലല്ലോ. അപ്പോൾ അത് നന്നായി ചെയ്യും. അതിലും ബെറ്ററാ മക്കളെ നമ്മുടെ പേരയ്ക്ക എന്നൊക്കെ പറയുന്നേ. ഓക്കെ, നമ്മുടെ പേരയ്ക്ക് ആപ്പിളിനേക്കാളും ഗുണമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം എന്നൊരു വാശി പിടിക്കാൻ പാടില്ല. എനിക്ക് ആപ്പിളെ കഴിക്കൂ ഓറഞ്ചേ കഴിക്കൂ എന്നും പറഞ്ഞ് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം ഡിസീസിൽ നിന്ന്. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് മിസ് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ വേണമെന്ന് പറഞ്ഞു. പറയാൻ പാടുണ്ടോ അങ്ങനെ? ഇല്ല അല്ലേ? നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള പേരയ്ക്കയോ നെല്ലിക്കയോ മാങ്ങയോ ഒക്കെ കഴിച്ചാൽ മതി. നല്ല ഫ്രൂട്ട്സ് ആണ്. അതുകൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഡിസീസസ് നമ്മുടെ ബോഡിക്ക് ഡിസീസിൽ നിന്നും പ്രൊട്ടക്ഷൻ തരാനുള്ള മെറ്റീരിയൽസ് ഈ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് കിട്ടും. ബദാം അല്ലേ? ബദാം നട്ടാണല്ലേ ഒരു അന്നേരം നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് ബദാം ട്രീ ഇല്ലേ? മോളുടെയൊക്കെ വീട്ടിലുണ്ടോ ബദാം ട്രീ? ഉണ്ടോ? നാസം മോളെ മിസ്സിനെ കാണത്തില്ല. മിസ്സിന്റെ മുഖം മോള് കുറച്ചുകൂടെ ലൈറ്റിന്റെ അടുത്ത് മോളെ ശരിക്കും കാണാൻ പറ്റുന്നില്ല മിസ്സിന്. മോളൂട്ടി ശരിക്കിരുന്നേ, കുറച്ചുകൂടെ പുറകോട്ട് ഇരുന്നേ. ലൈറ്റ് മുൻവശത്തുനിന്ന് വരട്ടെ. ഒരു കറുത്ത ഒരു ഷെയ്ഡേ മിസ്സിനൂടെ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബദാം അല്ലേ? ബദാം നമ്മൾ കാഷ്യൂനട്ടൊക്കെ കഴിക്കുന്നില്ലേ? എന്താണ് കശുവണ്ടി അല്ലേ? കശുവണ്ടിയൊക്കെ കഴിക്കുന്നില്ലേ? എല്ലാം നല്ലതാണ്.
അങ്ങനെയുള്ള കഴിക്കുന്ന സംഭവം നമുക്ക് എന്തൊരും എനർജി ഗീവിങ് ഫുഡാണ്. വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ വലിയ ക്ലാസ്സിൽ സയൻസിൽ ഇനി ന്യൂട്രീഷ്യൻസിനെ കുറിച്ച് പഠിക്കാം. വിറ്റാമിൻസ്, മിനറൽസ്, വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ നിന്ന് വേണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ സമയം കഴിയാൻ പോകുന്നുണ്ട്. മിസ് നോട്ട് തരാം. അന്നേരം ഇത് നോട്ട് വൃത്തിയായി നോട്ടിൽ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണേ. കൂടാതെ സ്പെല്ലിങ് പഠിക്കണം കേട്ടോ. ഇനി ഇത് നെക്സ്റ്റ് ഈസ് വാട്ടർമെലൻ, ബ്രിഞ്ചാൾ, ചീസ്, പൾസസ്, എഗ്, ബ്രെഡ്, ഗ്രീൻ പീസ് ആൻഡ് മാംഗോ. ഓക്കെ, ദെൻ ഇപ്പോൾ സമയം തീരാനായി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.